ഹായ് ഫ്രണ്ട്സ്. കേരളം വാർത്തകളാൽ തിളച്ചു മറിയുകയാണ്. പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി പ്രസിദ്ധീകരിച്ചതിന് ശേഷം നമ്മുടെ യുവതലമുറയിലെ ശ്രദ്ധേയനായ നടൻ നിവിൻ പോളിക്കുമെതിരെ ഒരു ആരോപണം കേട്ടിരുന്നു. പ്രഥമ ദൃഷ്ടിയെ തന്നെ അതൊരു തള്ളിക്കളയേണ്ട ആരോപണമായി എനിക്ക് തോന്നി, അല്ലെങ്കിൽ കള്ളത്തരമുണ്ടെന്ന് എനിക്ക് തോന്നി. ആ ആരോപണങ്ങൾ കേട്ട് എനിക്ക് പെട്ടെന്ന് തോന്നിയത്, ഞാൻ കുറച്ച് നാൾ മുമ്പ് കണ്ട ഒരു ഇംഗ്ലീഷ് സിനിമയാണ്. സിനിമയുടെ പേര് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്നാണ്. കൃത്യമായ വർഷം 2011. ആ സിനിമയിലെ നായികയായ ലൂസി, നായിക പ്രധാനമുള്ള കഥാപാത്രമാണ്, പണം കണ്ടെത്തുന്നത് ഇതുപോലുള്ളൊരു വിദ്യയിലൂടെയാണ്. ഈ സിനിമയിലെ നായിക കഥാപാത്രമായ ലൂസി ജീവിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പാരന്റ്സ് ഒന്നും ഇല്ല അവർക്ക്. ചേച്ചിയുടെ ഭർത്താവിനും ചേച്ചിക്കൊപ്പമാണ് താമസം. അവളുടെ വീട്ടിലെ എല്ലാ വേലകളും എല്ലാ പണികളും അവളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അവള് പണം കണ്ടെത്താൻ, തനിക്ക് ആവശ്യമായ പണം കണ്ടെത്താൻ, തനിക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള പണം കണ്ടെത്തുന്നതിനായി അവൾ ക്ലാര എന്ന ബിസിനസ് ഒക്കെ നടത്തുന്ന ഒരു സ്ത്രീയാണ് സമീപിക്കുന്നത്. ക്ലാര അവരോട് ആവശ്യപ്പെടുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം അവരുടെ വീട്ടിലേക്ക് ചെല്ലണം. വൈകുന്നേരം അങ്ങനെ ചെല്ലുമ്പോൾ ക്ലാര ഒരു ഗ്ലാസ് ചായ കൊടുക്കും. ആ ചായ കുടിച്ചു കഴിഞ്ഞാൽ ലൂസിയോട് പിന്നെ പറയുന്ന ബെഡിൽ പോയി കിടക്കാനാണ്. ആ ചായ മയക്കുമരുന്ന് കലർന്നിട്ടുള്ള ഒരു ചായയാണ്. ആ ചായ കുടിച്ചു കഴിഞ്ഞാൽ ബോധരഹിതവും. ആ രാത്രികളിൽ അവിടെ എത്തുന്ന പണക്കാർക്കും അതുപോലെ തന്നെ പ്രഭുക്കന്മാർക്കുമൊക്കെ ക്ലാര ലൂസിയെ കാഴ്ചവെക്കുകയാണ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത, ലൂസി ഈ ബോധരഹിതയായ കാരണം ഒന്നും രാത്രി നടക്കുന്ന അറിയുന്നില്ല. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ യാതൊന്നും നടക്കാത്ത മട്ടിൽ അവൾ എണീറ്റ് അവളുടെ പരിപാടികൾക്ക് പോകുന്നതാണ്. അതുകൊണ്ട് ലൂസിയും അതുകൊണ്ട് വളരെ സംതൃപ്തിയാണ്. ഏതാണ്ട് അതൊക്കെ പോലെ തന്നെയാണ് ഈ ആരോപണം ഉന്നയിച്ച വനിതയുടെയും കാര്യം. സ്വന്തമായിട്ടുള്ള ഫ്ലാറ്റാണ് ദുബായിൽ. അവിടെ 6 പേർ, നിർമ്മാതാവ് സുനിലടക്കം, 3 ദിവസം മയക്കുമരുന്ന് കലർത്തിയ പാനീയം നൽകി ഇവരെ പീഡിപ്പിച്ചു എന്നാണ് ആരോപണം. പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഒരു യുക്തി വേണം. കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഈ പീഡനം നടന്നതെന്ന് പറയപ്പെടുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിഞ്ഞത്, ആ ദിവസങ്ങളിലൊക്കെ നിവിൻ പോളി കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നും, പ്രത്യേകിച്ച് മറ്റൊരു നടൻ, പ്രമുഖ നടനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസനും തന്റെ സുഹൃത്തും തങ്ങളുടെ സെറ്റിൽ തന്നെ നിവിൻ പോളി ഉണ്ടായിരുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. ദുബായ് പോലുള്ള ഒരു സ്ഥലത്ത്, പ്രത്യേകിച്ച് കുറ്റകൃത്യങ്ങൾക്ക് വളരെ വലിയ ശിക്ഷ നൽകുന്ന അറബ് രാജ്യങ്ങളിൽ, സ്വന്തം ഫ്ലാറ്റിൽ 6 പേർ ചേർന്ന് മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചു എന്നൊക്കെ നൽകാൻ, പ്രത്യേകിച്ച് വളരെ നോർമലായിട്ടുള്ളൊരു വനിത കൂടിയാണ്, വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കഥ അവിടെ അവസാനിക്കുന്നില്ല. നാട്ടിൽ അവരുടെ വീട്ടിൽ, അത് നേര്യമംഗലത്തുള്ള വീട്ടിൽ, അവരുടെ ബെഡ്റൂമിൽ കൊണ്ടുപോയി ഒളിക്യാമറ വെച്ചു എന്നും, പൂട്ടിയിട്ടിരിക്കുന്ന വീട്ടിൽ മതിൽ ചാടിക്കടന്ന് വന്ന് ഒളിക്യാമറ സ്ഥാപിച്ചുവെന്നും, അവിടെ നിന്ന് അവർ റെക്കോർഡ് ചെയ്തത് ആ വിഷ്വൽസ് ഉപയോഗിച്ച് വീണ്ടും അവരെ ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെയാണ് ആരോപണങ്ങൾ. ഇത് ചെയ്തിരിക്കുന്നത് കൃത്യമായി സാമ്പത്തിക ചൂഷണത്തിന് വേണ്ടി തന്നെയാണ്. നിങ്ങളുടെ യഥാർത്ഥ കുറ്റകൃത്യങ്ങളുടെ മെരിറ്റ് പോലും റദ്ദാക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കേവലം മീഡിയ അറ്റൻഷന് വേണ്ടിയും കുറച്ച് പൈസയ്ക്ക് വേണ്ടിയും അവർ നടത്തുന്ന ഈ പേക്കൂത്തുകളൊന്നും എത്രത്തോളം ആരോപണ വിധേയർക്കുണ്ടാകുന്ന ട്രോമയെ കുറിച്ച് ഇവർ എത്രമാത്രം ചിന്തിക്കുന്നുവെന്ന് എനിക്കറിയില്ല. ആ യുവതി ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ശേഷം നിവിൻ പോളി അതിനെ നേരിട്ട ആ രീതി ചങ്കൂറ്റമുള്ളത് തന്നെയാണ്. പത്രപ്രവർത്തകരുടെ മുന്നിൽ ആ അലിഗേഷൻസ് ഒക്കെ നിരാകരിക്കുകയും, ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്നും ഇനി എപ്പോ വേണമെങ്കിലും ഞാൻ നിങ്ങളെയൊക്കെ കാണാമെന്നും അദ്ദേഹം തുറന്നു പറയുകയും ചെയ്യും. മുമ്പുള്ള ദിവസങ്ങളിൽ ആരോപണം നേരിട്ട പലരും ഇപ്പം മീഡിയ കാണാൻ തന്നെ എവിടേക്കോ മുങ്ങി നടക്കുകയാണെന്ന് നമുക്ക് പ്രത്യേകിച്ച് അറിയാം. അങ്ങനെ പരിഗണിക്കുമ്പോൾ ഇപ്പോൾ ധൈര്യം തന്നെയാണ് കാണിച്ചത്. ഏത് അന്വേഷണത്തിനും ഞാൻ തയ്യാറാണ്. അതൊരു ശാസ്ത്രീയമായ അന്വേഷണമാണെങ്കിൽ പോലും ഞാൻ തയ്യാറാണെന്ന് തുറന്നു പറയാനും അദ്ദേഹം മടി കാണിച്ചില്ല. കുറ്റക്കാർ സ്ത്രീയായാലും പുരുഷനായാലും ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് നമ്മൾ ഏവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ ആർക്കും എന്തും വിളിച്ചു പറയാനുള്ള ഒരു അവസരമാക്കി എടുക്കുന്നവരെ തിരിച്ചറിയുക തന്നെ വേണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയെ ശുദ്ധീകരിക്കാൻ നടത്തുന്ന
ഒരു യത്നമാണ്, ഒരു പരിശ്രമമാണ്, ഒരു കൂട്ടായ പരിശ്രമമാണ്. പുഴുക്കുത്തുകളെ പുറത്തെടുത്തെറിയാനുണ്ട് ഒരുപാട്. അതിനിടയിലും ഇതുപോലുള്ള കള്ളനാണയങ്ങളെ സൂക്ഷിക്കുക തന്നെ വേണം. താങ്ക് യു എവ്രിവൺ.